കൊറിയയുടെ ചുവട് പിടിച്ച് ജീവിച്ചിട്ട് ഇപ്പോൾ എന്താണ് നേടിയത്? ഏത് നിമിഷം വേണമെങ്കിൽ ഉത്തര കൊറിയയുടെ യുദ്ധക്കോപ്പുകൾ നിങ്ങളെ തേടിയെത്തുമെന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? ഇതാണ് അമേരിക്കയെ വിശ്വസിച്ചവർക്കൊക്കെ പറ്റിയത്. രാഷ്ട്രീയ അസ്ഥിരതയിൽ പ്രയാസപ്പെടുന്ന ദക്ഷിണ കൊറിയയ്ക്ക് മേൽ കിം ജോങ് ഉൻ കണ്ണുവച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. അമേരിക്ക നിൽക്കുന്നിടത്തൊക്കെ ഇപ്പോൾ പണിയാണല്ലോ ദൈവമേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയെ വിശ്വസിച്ചാൽ അധികം വൈകാതെ തന്നെ ദക്ഷിണ കൊറിയയുടെ ഗതി വരുമെന്ന് നമ്മൾ ഇനി അടുത്ത തലമുറയോട് പറയേണ്ടിയിരിക്കുന്നു. കൊറിയൻ യുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട ദക്ഷിണ കൊറിയ അമേരിക്കയാകാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധിക്കൊപ്പം അയൽക്കാരനും പ്രധാന ശത്രുവുമായ ഉത്തര കൊറിയയുടെ ഭീഷണി കൂടിയാകുമ്പോൾ പറയേണ്ടല്ലോ കാര്യങ്ങൾ. ദക്ഷിണ കൊറിയയുടെ ഗതി ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ ഇംപീച്ച്മെന്റ് നടപടി ഭരണഘടനാ കോടതി ശരിവെച്ചു കഴിഞ്ഞു. ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും യൂൻ സുക് യോളിനെ നീക്കി. പട്ടാള നിയമം നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ഹ്രസ്വകാല ശ്രമം മൂലമുണ്ടായ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണം 4 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ നടപടി വന്നത്. 60 ദിവസത്തിനുള്ളിൽ തന്നെ ദക്ഷിണ കൊറിയയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കും. കഴിഞ്ഞ ഡിസംബറിലാണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർലമെന്റ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തത്. യൂനിന്റെ ഭരണകക്ഷിയിലെ അംഗങ്ങളും അദ്ദേഹത്തിനെതിരായാണ് നിലപാടെടുത്തത്. 300-ൽ 204 പാർലമെന്റ് അംഗങ്ങളും അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിനെ പിന്തുണച്ച് രംഗത്തെത്തി. രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിനെതിരായ ഇംപീച്ച്മെന്റിന്റെ വിധി വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള പാർലമെന്റ് ആരംഭിച്ച ഇംപീച്ച്മെന്റ് നടപടികൾ രാജ്യത്തെ അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിട്ടത്. രാജ്യം ഒരു അരക്ഷിതാവസ്ഥയിലാണെന്ന കാര്യം നമുക്ക് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ നോക്കി മനസ്സിലാക്കാൻ കഴിയും. 2022 മെയ് മാസത്തിൽ അധികാരമേറ്റ പ്രസിഡന്റ് യൂൻ നിരവധി അഴിമതികളിലും വിവാദങ്ങളിലും കുടുങ്ങിയതോടെയാണ് പ്രതിസന്ധിക്ക് തുടക്കമായത്. സാധാരണ പൗരന്മാരുടെ ആവശ്യങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നുപോയെന്നും പൊതുജനങ്ങളുടെ താൽപ്പര്യങ്ങളെക്കാൾ തന്റെ സമ്പന്നരായ ദാതാക്കളുടെയും സഖ്യകക്ഷികളുടെയും താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയെന്നുമാണ് വിമർശകർ പറയുന്നത്. ഇംപീച്ച്മെന്റ് നടപടികൾക്കുള്ള പ്രധാന പ്രേരണകളിലൊന്ന് യൂനിന്റെ സഹായികളും സഖ്യകക്ഷികളും ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണങ്ങൾ തന്നെയാണ്. അധികാരത്തിലേറെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഴിമതിയുടെ കറുപ്പ് യൂനിന്റെ ഭരണകൂടത്തിന് മുകളിൽ ചാർത്തപ്പെട്ടിരുന്നു. കൈക്കൂലി, ധനാപഹരണം എന്നീ ആരോപണങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ അഴിമതി വ്യാപകമായ പ്രതിഷേധത്തിനും യൂനിന്റെ രാജി ദക്ഷിണ കൊറിയൻ പൗരന്മാരുടെ ആവശ്യമായി ഉയർന്നു വന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും ജനപ്രീതി നഷ്ടപ്പെട്ട നേതാവിന്റെ വാക്കുകൾ മാത്രമായി അത് മാറിയിരുന്നു. 2024 ഡിസംബർ 3-ന് പ്രസിഡന്റ് യൂൻ സുക് യോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ദേശീയ അസംബ്ലിക്ക് ചുറ്റും സായുധ സേനയെ അദ്ദേഹം വിന്യസിച്ചു. രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ നടപടി വ്യാപകമായ വിവാദങ്ങൾക്ക് ഇടയാകുകയും ഭരണഘടനാ വിരുദ്ധമായി മാറുകയും ചെയ്തു. 2024 ഡിസംബർ 14-ന് ദേശീയ അസംബ്ലി യൂനിനെ ഇംപീച്ച് ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിലേക്കാണ് നയിച്ചത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ഹാൻ ഡക് സു ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു. 2025 ഏപ്രിൽ 4-ന് ഭരണഘടനാ കോടതി ഏകകണ്ഠമായി ഒരു തീരുമാനത്തിലേക്ക് ഇംപീച്ച്മെന്റ് ശരിവെക്കുകയായിരുന്നു. എന്തായിരുന്നു യൂനിന്റെ ആ നടപടിയെന്ന് നോക്കാം. രാത്രി വൈകി വളരെ നാടകീയമായി രാജ്യത്തോട് നടത്തിയ അടിയന്തര ടെലിവിഷൻ പ്രസംഗത്തിലാണ് ദക്ഷിണ കൊറിയയിൽ താൻ പട്ടാള നിയമം ചുമത്തുകയാണെന്ന് യൂൻ പ്രഖ്യാപിക്കുന്നത്. പ്രതിപക്ഷം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ സർക്കാരിനെ തളർത്തുന്നു എന്നായിരുന്നു പ്രസിഡന്റിന്റെ ആരോപണം. പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ മാർഷൽ ലോ കമാൻഡറായ സൈനിക മേധാവി ജനറൽ പാർക്ക് ആൻ സൂവ് 6 പോയിന്റുകൾ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പാർട്ടികളും നിരോധിക്കുക, തെറ്റായ പ്രചരണം, പണിമുടക്കുകൾ, സാമൂഹിക അശാന്തിക്ക് പ്രേരിപ്പിക്കുന്ന ഒത്തുചേരലുകൾ എന്നിവ വിലക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉത്തരവിലുണ്ടായിരുന്നു. ഉത്തരവ് പ്രകാരം രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളെയും സൈനിക നിയമത്തിന്റെ അധികാരത്തിന് കീഴിലാക്കി. പണിമുടക്കിയ ഡോക്ടർമാർ ഉൾപ്പെടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരോടും 48 മണിക്കൂറിനുള്ളിൽ ജോലിയിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചു. വർഷങ്ങൾക്കു ശേഷം ദക്ഷിണ കൊറിയ അനുഭവിച്ച ജനാധിപത്യപരമല്ലാത്ത നിയമമായി യൂനിന്റെ ഭരണം മാറുകയായിരുന്നു. 1980-കൾക്ക് ശേഷം ദക്ഷിണ കൊറിയ പൂർണ്ണ ജനാധിപത്യ രാജ്യം തന്നെയാണ്. സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നാൽ യൂനിന്റെ പ്രഖ്യാപനം ആ ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചു നടത്തം പോലെയായിരുന്നു. പ്രതിപക്ഷവും അതുപോലെ തന്നെ യൂനിന്റെ സ്വന്തം പാർട്ടിക്കാരും പ്രസിഡന്റിന്റെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഉത്തര കൊറിയ ഉയർത്തുന്ന ഭീഷണികളിൽ നിന്നും തന്റെ രാജ്യത്തിന്റെ ലിബറൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നു മാത്രമായിരുന്നു തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് യൂൻ പ്രതികരിച്ചത്. അതായത് യൂൻ പ്രതിക്കൂട്ടിലാക്കിയത് ഉത്തര കൊറിയ എന്ന രാജ്യത്തെ മാത്രമാണ്. പട്ടാള നിയമ പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും യൂനിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം പ്രസിഡന്റും പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ബജറ്റ് തർക്കമാണെന്നാണ് പിന്നീട് വന്ന വാർത്തകൾ പറയുന്നത്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരക്ഷാ സേന ദേശീയ അസംബ്ലി സീൽ ചെയ്തു. അസംബ്ലിയുടെ മേൽക്കൂരയിൽ സൈനിക ഹെലികോപ്റ്ററുകൾ ഇറക്കി. കുറച്ച് സമയത്തേക്കാണെങ്കിലും സൈനികർ അസംബ്ലി കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു. എംപിമാർ അകത്തേക്ക് കടക്കുന്നത് തടയാനായിരുന്നു ഇതെന്നായിരുന്നു വിശദീകരണം.
എന്നാൽ നാഷണൽ അസംബ്ലിയിലെ 190 നിയമനിർമ്മാതാക്കളും യൂണിന്റെ പ്രഖ്യാപനം നിരസിക്കാൻ ഏകകണ്ഠമായി വോട്ട് ചെയ്തു. പട്ടാള നിയമം പിൻവലിക്കണമെന്ന് അവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. പാർലമെന്റിന് പുറത്ത് നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടി. യൂണിനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആക്രോശം. പ്രതിഷേധക്കാരും സൈനികരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ആർക്കെങ്കിലും വലിയ പരിക്കുകളോ വലിയ നാശനഷ്ടങ്ങളോ സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. സൈന്യം അസംബ്ലി മന്ദിരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ഉണ്ടായ കല്ലേറിൽ കെട്ടിടത്തിന്റെ ഒരു ജനൽ ചില്ലയും തകർന്നുപോയി. പിന്നീട് യൂൻ ആ തീരുമാനം പിൻവലിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. എന്തുകൊണ്ടായിരിക്കണം യൂൻ തീരുമാനം പിൻവലിച്ചത് എന്നുകൂടി പറയാം. ദക്ഷിണ കൊറിയയുടെ ഭരണഘടന പ്രകാരം പട്ടാള നിയമം എടുത്തുകളയണമെന്നത് പാർലമെന്റിൽ വോട്ടെടുപ്പിലൂടെ തീരുമാനമുണ്ടായാൽ അത് അംഗീകരിക്കപ്പെടണം എന്നാണ്. വോട്ടെടുപ്പിൽ നിയമം പിൻവലിക്കണമെന്ന ആവശ്യം വോട്ടെടുപ്പിൽ പാസ്സായെങ്കിലും ഉടനടി പിന്മാറാൻ സൈന്യം തയ്യാറായില്ല. ഉത്തരവ് പ്രസിഡന്റ് പിൻവലിക്കുന്നത് വരെ പട്ടാള നിയമം നിലനിൽക്കുമെന്നായിരുന്നു സൈനിക ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ ഉത്തരവിനെ എതിർക്കുന്നവർ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നു. യൂണിന്റെ യാഥാസ്ഥികവാദികളായ പീപ്പിൾ പവർ പാർട്ടിയുടെ നേതാവ് തന്നെ പട്ടാള നിയമം ചുമത്താനുള്ള തീരുമാനത്തെ തെറ്റ് എന്നാണ് ആക്ഷേപിച്ചത്. 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യൂണിനോട് നേരിയ വോട്ടിന് പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലീ ജെ മ്യൂങ് യൂണിന്റെ പ്രഖ്യാപനം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് അപലപിച്ചു. ലീയുടെ നേതൃത്വത്തിലുള്ള ദക്ഷിണ കൊറിയയിലെ പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റിന്റെ നീക്കത്തെ അടിസ്ഥാനപരമായി അട്ടിമറിയെന്നാണ് കുറ്റപ്പെടുത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ സൈനിക നിയമം പ്രഖ്യാപിച്ച് 6 മണിക്കൂറിന് ശേഷം യൂൺ സ്വയം തിരുത്താൻ നിർബന്ധിതനായി. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം ഉത്തരവ് പിൻവലിക്കുമെന്നും സൈനികർ അവരുടെ ബാരക്കുകളിലേക്ക് മടങ്ങുമെന്നും യൂൺ പറഞ്ഞു. എന്തായാലും രാജ്യത്ത് യൂണിന്റെ ജനപ്രീതി അപ്പോഴേക്കും കുത്തനെ ഇടിഞ്ഞിരുന്നു. സ്വന്തം പാർട്ടിക്കുള്ളിൽ അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെട്ടവനായി. യൂണിന്റെ ജനപ്രീതി ഇല്ലായ്മയെ മുതലെടുക്കാൻ പ്രതിപക്ഷവും കച്ചകെട്ടിയിറങ്ങിയതും അവസ്ഥ കൂടുതൽ ദയനീയമാക്കി. ഇംപീച്ച്മെന്റ് നടപടികൾ തീവ്രമായ നാടകീയതയുടെയും വിവാദങ്ങളുടെയും അടയാളമായി പെട്ടെന്ന് തന്നെ മാറി. യൂണിന്റെ അനുയായികൾ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ അട്ടിമറിയിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ചു. പക്ഷേ യൂണിന്റെ പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് നീക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചു. യൂണിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ വരെ രാജ്യത്ത് നടന്നു. പക്ഷേ ഇംപീച്ച്മെന്റ് നടന്നാൽ തന്നെ പുതിയ തെരഞ്ഞെടുപ്പുകൾക്ക് അത് പെട്ടെന്നൊന്നും വഴിയൊരുക്കില്ല എന്ന വസ്തുത സ്ഥിതി കൂടുതൽ വീണ്ടും സങ്കീർണമാക്കുകയാണ് ചെയ്തത്. പകരം പ്രധാനമന്ത്രി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും. ഇത് അധികാരശൂന്യതയെയും അസ്ഥിരതയെയും കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങളിൽ ഉടലെടുക്കാൻ കാരണമാകുകയും ചെയ്യും. അന്താരാഷ്ട്ര സമൂഹവും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിരവധി നയതന്ത്രജ്ഞരും വിശകലന വിദഗ്ധരും പ്രാദേശിക സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളുന്ന ദീർഘകാല അസ്ഥിരത ദക്ഷിണ കൊറിയയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. പ്രത്യേകിച്ചും ഉത്തര കൊറിയയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം ആശങ്കാജനകമായിരിക്കുകയും ഉത്തര കൊറിയയിൽ നിന്ന് ഭീഷണികൾ നേരിടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ദുർബലമായ ദക്ഷിണ കൊറിയൻ സർക്കാരിന് ഉത്തര കൊറിയയുമായി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെന്ന് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയ്ക്കെതിരെ കൂടുതൽ ആക്രമണാത്മക നിലപാട് സ്വീകരിക്കാൻ ദക്ഷിണ കൊറിയ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ രാജ്യം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ നിരവധി പൗരന്മാർ അസ്വസ്ഥതയും അനിശ്ചിതത്വവും അനുഭവിക്കുകയാണ്. ഇംപീച്ച്മെന്റ് നടപടികൾ ദക്ഷിണ കൊറിയൻ സമൂഹത്തിനുള്ളിലെ ആഴത്തിലുള്ള ഭിന്നതകളാണ് തുറന്നു കാട്ടുന്നത്. ഉത്തര കൊറിയയെ പല രീതിയിൽ കുറ്റപ്പെടുത്തുമ്പോൾ അവർ തങ്ങളുടെ ആയുധബലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആണവ രാജ്യമായ ഉത്തര കൊറിയ വീണ്ടും തങ്ങളുടെ ശേഷികൾ വർദ്ധിപ്പിക്കുന്നത് സത്യത്തിൽ ദക്ഷിണ കൊറിയയ്ക്കും അതുപോലെ അമേരിക്കയ്ക്കുമാണ് കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത്. അമേരിക്കയുമായി സമരസപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഉത്തര കൊറിയയുടെ രീതികൾ പലരെയും ശ്വാസം മുട്ടിച്ചു തുടങ്ങി. ആണവായുധങ്ങളുടെ വികസനം ഉൾപ്പെടെയുള്ള നാവികശേഷി മെച്ചപ്പെടുത്തുന്നതിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന്റെ വിശാലമായ സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണ്. നംബോ കപ്പൽശാലകളിൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ യുദ്ധക്കപ്പൽ ഏകദേശം 4000 ടൺ ഭാരം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഉത്തര കൊറിയയുടെ നാവികസേനയിൽ ഒരു പ്രധാന കൂട്ടിച്ചേർക്കലായി മാറുകയും കലുഷിതമായ ദക്ഷിണ കൊറിയയ്ക്ക് മേൽ കൂടുതൽ വെല്ലുവിളി ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ അസ്ഥിരത തുടരുന്ന ദക്ഷിണ കൊറിയയുടെ ആകാശത്ത് ആശങ്കയുടെ കാർമേഘങ്ങളാണ് ഇപ്പോൾ മൂടപ്പെട്ടിരിക്കുന്നത്. എന്തായിരിക്കും കിം ജോങ് ഉൻ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.